എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മീമ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ സാധാരണമായതും എന്നാൽ വളരെ അപകടകരവുമായ ഒരു രോഗത്തെ കുറിച്ചാണ്. ഹൈപ്പർ ടെൻഷൻ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം. നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഈ സമ്മർദ്ദം സ്ഥിരമായി കൂടി വരുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. ആദ്യം ഹൈപ്പർ ടെൻഷന് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് തലവേദന തോന്നുക, പിന്നെ അമിതമായ ക്ഷീണം തോന്നുക, ഇടയ്ക്ക് തലചുറ്റൽ തോന്നുക, ഇടയ്ക്ക് നെഞ്ചിന്റെ അവിടെ ഒരു സ്ട്രെയിൻ തോന്നുക, കിതപ്പ് തോന്നുക, പിന്നെ അമിതമായി രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ കാഴ്ച മങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ഉപ്പിന്റെ ഉപയോഗം, പിന്നെ അമിത ഭാരം, പുകവലി, മദ്യപാനം, അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, ഇവയൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് എടുക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അമിതമായിട്ടുള്ള ഉപ്പിന്റെ ഉപയോഗം അത് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ദിവസേന ഒരു 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. ഡോക്ടർ എന്തെങ്കിലും മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കഴിക്കാനും ശ്രമിക്കുക. ഈ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കുന്നത് മൂലം നമുക്ക് ഗുരുതര രോഗങ്ങളായ ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കരോഗം എന്നിവ തടയാൻ കഴിയുന്നതാണ്. ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് BP ചെക്ക് ചെയ്യുക, കൃത്യമായ മരുന്നുകൾ എടുക്കുക, കൃത്യമായി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുക.